നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനത്തിനായി കന്യാകുമാരിയിലെത്തുന്നു. ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണം അതിൻ്റെ ഒരു ബഹളങ്ങളൊക്കെ കഴിയുമ്പോൾ ധ്യാനത്തിന് എത്തുക എന്ന ലക്ഷ്യമാണ് പ്രധാനമന്ത്രിക്ക് ഇപ്പോൾ ഉള്ളത്. പ്രധാനമന്ത്രി കന്യാകുമാരിയിലാണ് ധ്യാനമിരിക്കാൻ എത്തുന്നത്. വിവേകാനന്ദ പാറയിൽ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ധ്യാനത്തിനായാണ് അദ്ദേഹം എത്തുന്നത്. ഈ മാസം 30-ന് വൈകിട്ടോടെ കന്യാകുമാരിയിൽ എത്തുന്ന പ്രധാനമന്ത്രി 31-ന് രാവിലെ വിവേകാനന്ദ പാറയിലേക്ക് പോകുമെന്നാണ് വിവരം. ജൂൺ 1-ന് മടങ്ങിയെത്തുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ നൽകുന്ന സൂചന. ധ്യാനം തുടരാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനമെങ്കിൽ 1-ാം തീയതിയും അദ്ദേഹം വിവേകാനന്ദ പാറയിൽ തുടരുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. 2019-ൽ അദ്ദേഹം കേദാർനാഥിൽ ധ്യാനമിരുന്നത് വളരെ വാർത്തയായതാണ്. മെയ് 30-നാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കുന്നത്. തുടർന്ന് തിരുവനന്തപുരത്തെത്തിയ ശേഷമാകും പ്രധാനമന്ത്രി കന്യാകുമാരിയിലേക്ക് പോകുന്നത്. ജൂൺ 1-ന് തിരിച്ച് ദില്ലിയിലേക്ക് പോയേക്കും. 2019-ൽ കേദാർനാഥിലെ ഗുഹയിലാണ് പ്രധാനമന്ത്രി ധ്യാനമിരുന്നത്. രാജ്യത്ത് അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ദിവസമാണ് ഇത്തവണ മോദി ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതേസമയം ജീവിതത്തിൽ നേരിട്ട കഷ്ടതകൾ തുറന്നു പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കപ്പും പ്ലേറ്റും കഴുകിയും ചായ വിളമ്പിയുമാണ് താൻ വളർന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഉത്തർപ്രദേശിലെ മിർസാപൂരിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിയിലാണ് അദ്ദേഹം തന്റെ കഷ്ടപ്പാടുകളൊക്കെ വിവരിച്ചത്. കുട്ടിക്കാലത്ത് കപ്പുകളും പ്ലേറ്റും കഴുകിയും ചായ വിളമ്പിയുമാണ് ഞാൻ വളർന്നത്. മോദിയും ചായയും തമ്മിലുള്ള ബന്ധം വളരെ ആഴമേറിയതാണ്. രാജ്യത്തെ പിന്നാക്ക വിഭാഗക്കാരും ദലിതർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി തന്റെ ജീവിതം സമർപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഈ കഷ്ടപ്പാടുകളൊക്കെ പറഞ്ഞ അദ്ദേഹം ഇന്ത്യ സഖ്യത്തെയും സമാജ്വാദി പാർട്ടിയെയും വിമർശിക്കുകയുണ്ടായി. ആരും തന്നെ സമാജ്വാദി പാർട്ടിക്ക് വേണ്ടി വോട്ട് പാഴാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും മുങ്ങിത്താഴുന്ന ഒരാൾക്ക് ആരും തന്നെ വോട്ട് ചെയ്യില്ല എന്നും അദ്ദേഹം ആരോപിച്ചു. സർക്കാർ രൂപീകരിക്കുമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമേ സാധാരണക്കാരൻ വോട്ട് ചെയ്യൂ. ഇന്ത്യ സഖ്യത്തെ രാജ്യത്തെ ജനങ്ങൾക്ക് നന്നായി അറിയാം. ഈ ആളുകൾ അങ്ങേയറ്റം വർഗീയവാദികളാണ്. തീവ്ര ജാതീയതയെ പിന്തുണയ്ക്കുന്നവരുമാണവർ. എന്നെങ്കിലും അവർ സർക്കാർ രൂപീകരിച്ചാൽ അവരുടെ തീരുമാനങ്ങളും ഇതിനെ അടിസ്ഥാനമാക്കി ആകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. യാദവ് വിഭാഗത്തിൽ കഴിവുള്ള നിരവധി ആളുകൾ ഉണ്ടെങ്കിലും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ടിക്കറ്റ് നൽകുന്നത് സ്വന്തം കുടുംബാംഗങ്ങൾക്ക് മാത്രമാണെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. പിടിക്കപ്പെടുന്ന തീവ്രവാദികളെ പോലും ഈ സമാജ്വാദി പാർട്ടിക്കാർ വിട്ടയച്ചു. ഇക്കാര്യത്തിൽ വിമുഖത കാണിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ സമാജ്വാദി സർക്കാർ സസ്പെൻഡ് ചെയ്യുമായിരുന്നു. അവർ ഉത്തർപ്രദേശിലും പൂർവാഞ്ചലും മാഫിയയുടെ വിഹാര കേന്ദ്രമാക്കി മാറ്റി. ജീവനായാലും ഭൂമിയായാലും സമാജ്വാദി സർക്കാർ അത് എപ്പോൾ തട്ടിയെടുക്കുമെന്ന് ആർക്കും അറിയില്ലെന്നും മോദി പറഞ്ഞു. സ്വച്ഛതാ അഭിയാൻ വളരെ ബുദ്ധിപൂർവ്വമാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സമാജ്വാദി സർക്കാരിന്റെ കാരുണ്യത്തിലായിരുന്നു പൊതുസമൂഹം. എന്നാൽ ഇപ്പോൾ BJP സർക്കാരിനെ കണ്ട് മാഫിയ വിറയ്ക്കുകയാണ്. ഇന്ത്യ സഖ്യം ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് പാവനമായ നമ്മുടെ ഭരണഘടനയാണ് എന്നും പ്രധാനമന്ത്രി വിമർശിക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.